ഉപയോഗത്തിന്റെ ഭാഗമായി 37 കൊലപാതകങ്ങൾ നടന്ന നാടാണ് കേരളം. അങ്ങനെ ഒരു സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ്, ആ സേന വെൽ എക്യുപ്ഡ് ആണോ സർ? ആ സേനയുടെ ആകെ സ്ട്രെങ്ത് PTS-ഉം കുക്കും തൊട്ട് എക്സൈസ് കമ്മീഷണർ വരെ ആകെ 5603 പേര് മാത്രമാണുള്ളത്. അങ്ങനെ മുൻപ് തന്നെ സേനയിൽ അംഗങ്ങളില്ലാത്തൊരു സേനാ സംവിധാനത്തിലേക്ക് പുതിയൊരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ് അവയർനെസ് പ്രോഗ്രാമിൻ്റെത്. അവയർനെസ് പ്രോഗ്രാം കൂടി എക്സൈസ് തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ ആ സേനയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ മിനിസ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ അവസ്ഥ ആലോചിക്കണ്ട, മന്ത്രി അങ്ങയുടെ തന്നെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ഒയാസിസ് പോലുള്ള കമ്പനികൾ വരുമ്പോൾ അങ്ങ് ബ്രൂവറിയുടെയും ലഹരിയുടെയും വക്താവായി സംസാരിക്കേണ്ടി വരും. അതേ അങ്ങ് തന്നെ ഈ ലഹരി ഉപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചാൽ ആ അക്രമത്തിനെതിരായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർക്ക് മുഖം നോക്കാൻ നടപടിയെടുക്കില്ല എന്ന് പറയേണ്ടതും അങ്ങ് തന്നെയാണ്. അതിനുശേഷം ഏതെങ്കിലും സ്കൂളുകളിൽ അങ്ങേ വിമുക്തിയുടെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അങ്ങ് സ്കൂളിലെ കുട്ടികളോട് പോയിട്ട് പറയണം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന്. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങ് കുമ്പിടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്ത് പറയും സാർ? അതുകൊണ്ട് ഈ അവയർനെസ് പ്രോഗ്രാം എക്സൈസ് വകുപ്പിൽ നിന്ന് മറ്റേതെങ്കിലും വകുപ്പിലേക്ക് എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. എക്സൈസ് സേനയുടെ എണ്ണം കൊണ്ടോ ഫെസിലിറ്റി കൊണ്ടോ എക്യുപ്ഡ് അല്ല. എന്റെയും എക്സൈസ് മന്ത്രിയുടെയും സ്വന്തം ജില്ലയായ പാലക്കാട്ട് മാത്രം അവസ്ഥ പറയാം. ഈ എക്സൈസ് സേനയ്ക്കകത്ത് ചെക്ക് പോസ്റ്റുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ, ബേസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടറാണ്. NDPS കേസും കോട്ട്പ കേസും എടുക്കേണ്ടുന്ന ആ എക്സൈസ് ഇൻസ്പെക്ടർമാർ നമ്മുടെ പാലക്കാട് ജില്ലയിലെ 9 ചെക്ക് പോസ്റ്റിൽ 7 ചെക്ക് പോസ്റ്റിലും എക്സൈസ് ഇൻസ്പെക്ടർമാരില്ല സാർ. വാളയാറിലും ചെമ്മണാമ്പതിയിലും മാത്രം എക്സൈസ് ഇൻസ്പെക്ടർമാർ ഉള്ളപ്പോൾ ആനക്കട്ടിയിലും വേലത്താവളത്തും ഗോവിന്ദാപുരത്തും മീനാക്ഷിപുരത്തും അടക്കമുള്ള 7 ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസ് ഓഫീസർമാരില്ല. പാലക്കാട് ജില്ല അതിർത്തി പങ്കെടുത്തൊരു ജില്ലയാണെന്ന് കൂടി അങ്ങ് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ എക്സൈസ് ഇൻസ്പെക്ടർമാർ ആകെ 342 പേരുള്ളതിനകത്ത് 45 എണ്ണം ഒഴിഞ്ഞു കിടക്കുകയാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ 84-ൽ 40 ഒഴിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ പുതുതായിട്ട് ക്രൈംബ്രാഞ്ച് തുടങ്ങി, സൈബർ സെൽ തുടങ്ങി, അവിടത്തേക്ക് ആളെ നിയമിച്ചോ? ഇല്ല. എന്തിനേറെ പറയുന്നു, നിങ്ങൾ പരീക്ഷ നടത്തി പൂർത്തീകരിച്ച വനിതാ എക്സൈസ് ഓഫീസർ തസ്തികകളിൽ ജില്ലകളിൽ 1ാം റാങ്ക് കിട്ടിയ ആളുകളെ പോലും നിയമിക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുവാൻ കഴിയുക? ന്യൂ ജനറേഷൻ ബൈക്കുകളിലും കാറിലുമായി കുറ്റകൃത്യം ചെയ്യുന്ന ലഹരി മാഫിയ, ആ ലഹരി മാഫിയ പിടിക്കാനായിട്ടുള്ള നമ്മുടെ എക്സൈസ് ഓഫീസുകളിൽ വാഹനമുണ്ടോ? പാലക്കാട് ജില്ലയിൽ, നമ്മുടെ ജില്ലയെ പറ്റിയാണ് പറയുന്നത് മിനിസ്റ്ററെ, നമ്മുടെ ജില്ലയിൽ ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പാലക്കാട് ഇന്റലിജൻസ് ബ്യൂറോ, ആ ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രത്യേകത അവിടെ വാഹനമുണ്ട്, ഡ്രൈവറില്ല. നെന്മാറയിൽ വാഹനമില്ല, ഡ്രൈവറുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടൊന്ന് ക്ലബ് ചെയ്ത് ഒന്നാക്കാനുള്ള ഒരു തീരുമാനമെങ്കിലും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത്യാധുനിക ആയുധങ്ങൾ കൈവശം വെക്കുന്ന ലഹരി മാഫിയ നേരിടാനായിട്ട് പോകുന്ന നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ആയുധം എന്താണ് സാർ? തോക്കുണ്ടായിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ കയ്യിൽ നിന്ന് തോക്ക് തിരികെ വാങ്ങി. ഇപ്പൊ അവരുടെ കയ്യിൽ ആകെയുള്ള ആയുധം ലാത്തിയും വിസിലും മാത്രമാണ്. ആ ലാത്തി പോലും നിങ്ങൾ കൊടുക്കുന്നതല്ല, അവര് കാട്ടിൽ കയറി വെട്ടുന്നതാണ്. അത്ര പരിതാപകരമാണ് ഈ വകുപ്പിന്റെ അവസ്ഥ. എക്സൈസ് വകുപ്പ് പാലക്കാട്